നമസ്കാരം, ഏവർക്കും സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ എന്നും ആകാംക്ഷയോടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് വരാനിരിക്കുന്ന ഭരണമാറ്റങ്ങളും നേതൃസ്ഥാനങ്ങളും. ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ശ്രീ ആലിങ്കൽ സജി പാഴൂർ എന്ന ജ്യോതിഷ പണ്ഡിതൻ പങ്കുവച്ച KC വേണുഗോപാലിൻ്റെ ജാതക വിശകലനം. പിണറായി എന്ന വൻമരം വീണാൽ പകരമാര്? KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഗ്രഹനിലകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി പരിശോധിക്കുന്നുണ്ട്. KC വേണുഗോപാലിൻ്റെ ജാതകത്തിലെ രാജയോഗങ്ങളും നിലവിലെ ദശാസന്ധികളും പരിശോധിക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവി എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത്, ഈ പ്രവചനം എന്തുകൊണ്ട് പ്രസക്തമാകുന്നു എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. അങ്ങനെ VD സതീശൻ മുഖ്യമന്ത്രിയായി, രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും പുറത്ത്. അങ്ങനെ 10 ദിവസം നീണ്ടുനിന്ന നാടകത്തിന് ഒടുക്കം ക്ലൈമാക്സ് ആയി. ഇനി എന്തൊക്കെ ആൻറ്റി ക്ലൈമാക്സ് ആണോ വരുവാൻ പോകുന്നത്? ചെന്നിത്തല അകത്തോട്ടോ പുറത്തോട്ടോ? മുറിവേറ്റ KC ഇനി മുറിവേറ്റ സിംഹമാകുമോ? കാത്തിരുന്ന് കാണണം. അതെന്തുമാകട്ടെ, ശ്രീ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകുമോ ഇല്ലയോ എന്ന് പറഞ്ഞ ഒരു ജ്യോതിഷ പ്രവചനമുണ്ടായിരുന്നു. പലരും അത് കണ്ടു എന്ന് തോന്നുന്നില്ല. ഇന്നിപ്പോൾ തീരുമാനം വന്ന സ്ഥിതിക്കും KC വേണുഗോപാലിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാത്തതിനാലും ആ ജ്യോതിഷ പ്രവചനം വളരെ പ്രസക്തമാണ് എന്നെനിക്ക് തോന്നി. ജ്യോതിഷ പ്രവചനങ്ങൾ എല്ലായ്പ്പോഴും ശരിയായി വരാറില്ല. അതിന് പല കാരണങ്ങളുണ്ട്. പ്രധാനമായും ജ്യോതിഷിയുടെ ഒരു അറിവും ഗ്രഹനില തെറ്റുകൂടാതെ വിശകലനം ചെയ്യുവാനുള്ള കഴിവും ഇത് വളരെ പ്രധാനമാണ്. തമിഴ്നാട്ടിൽ നമുക്കറിയാം, വിജയുടെ ജ്യോതിഷി റിക്കി രാധൻ പണ്ഡിറ്റ് വെട്രിവേൽ എന്നു പേരുള്ള ഒരാൾ. അദ്ദേഹം വിജയുടെ രാഷ്ട്രീയ ഉദയവും 2026 ഈ തെരഞ്ഞെടുപ്പ് വിജയവും വളരെ വ്യക്തമായിട്ട് പ്രവചിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശ്രീ വെട്രിവേലിനെ തന്നെ അദ്ദേഹം, അതായത് വിജയ്, അദ്ദേഹത്തിൻ്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് നിയമിച്ചത്. പിന്നീട് അത് റിവോക്ക് ചെയ്തു. എങ്കിലും നിങ്ങളൊരു പക്ഷേ അസ്ട്രോ ശർമിഷ്ഠയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല. അസ്ട്രോ ശർമിഷ്ഠയും ഒരു ജ്യോതിഷിയാണ്. അവർ ബംഗാളിൽ BJPയുടെ വിജയം പ്രവചിച്ചിരുന്നു. മാത്രമല്ല, അവർ മെയ് 5-ാം തീയതി വേറൊരു പ്രവചനം കൂടി നടത്തിയിരുന്നു. ആ പ്രവചനം ഇങ്ങനെയായിരുന്നു: ഫസ്റ്റ് തിങ് BJP ഗവൺമെൻറ് വിൽ ഡു ഇൻ ബംഗാൾ ഈസ് ഫെൻസിങ് ദ ഓപ്പൺ ബോർഡർ ഏരിയ വിച്ച് TMC വാസ് നോട്ട് പെർമിറ്റിംഗ്. മംഗൾ ഈസ് ഭൂമികാരക് ആസ് വെൽ ആസ് ഭൂമി രക്ഷക്. ഡ്യൂറിംഗ് ദിസ് മംഗൾ മഹാദശ ഓഫ് ഭാരത്, വൺസ് ജൂപ്പിറ്റർ വിൽ മൂവ് ടു ക്യാൻസർ, പാർട്ട് ഓഫ് പുനർവസു നക്ഷത്ര ഇൻ ജൂൺ, government will start fencing of 450 kilometer border area of Bengal. After all, Punarvasu is also for safety and security. Predicted all these in my magazine Stellar Talk as well. അപ്പോൾ അതും ശരിയായി. സുവേന്ദു അധികാരി മന്ത്രിസഭയുടെ ആദ്യത്തെ തീരുമാനം തന്നെ 45 ദിവസത്തിനുള്ളിൽ അതിർത്തിയിൽ വേലി കെട്ടുന്നതിന് ആവശ്യമായ ഭൂമി BSFന് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുവാൻ തീരുമാനിച്ചു എന്നതായിരുന്നു. എന്തായാലും അത് ചില കേരളത്തിന് പുറത്തുള്ള ജ്യോതിഷികളുടെ കാര്യം. ഇവിടെ ഒരു ജ്യോതിഷ പണ്ഡിതൻ ആലിങ്കൽ സജി പാഴൂർ, അദ്ദേഹത്തിൻ്റെ പാഴൂർ ജ്യോതിഷം എന്ന ഫേസ്ബുക്ക് പേജിൽ KC വേണുഗോപാലിൻ്റെ ജാതകം പരിശോധിച്ചിട്ട് അദ്ദേഹം കേരള മുഖ്യമന്ത്രി ആകില്ല എന്ന് പറഞ്ഞത് മെയ് 9-ാം തീയതിയാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രവചനം ഞാനൊന്ന് വായിക്കാം. പിണറായി എന്ന വൻമരം വീണു, പകരം ആര്? KC മുഖ്യമന്ത്രി ആകുമോ? KC വേണുഗോപാൽ 1963 ഫെബ്രുവരി 4-ാം തീയതി മകയിരം നക്ഷത്രത്തിൽ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിൽ ജനിച്ചു. ഇടവലഗ്നം. ലഗ്നത്തിൽ ശുക്ലപക്ഷ ഏകാദശി, ചന്ദ്രൻ ഉച്ചം. 3-ൽ കർക്കിടക രാശിയിൽ ചൊവ്വ നീചം. രാഹു യോഗം 8-ൽ ധനുരാശിയിൽ ബുധ ശുക്രന്മാർ ചന്ദ്ര അധിയോഗത്തിൽ. 9-ൽ മകരത്തിൽ രാജയോഗാധിപൻ ശനി സ്വക്ഷേത്രത്തിലും. ശനി, സൂര്യൻ, കേതു 3 ഗ്രഹങ്ങൾ യോഗം ചെയ്തും. 10-ൽ കുംഭം രാശിയിൽ കർമ്മസ്ഥാനത്ത് ഗുരുവും ഇരിക്കുന്ന യോഗ ജാതകം. ലഗ്നത്തിൽ ശുക്ലപക്ഷ ഏകാദശി ചന്ദ്രൻ പക്ഷബലത്തോടെ ഉച്ചമായിരിക്കുകയും പാപസംബന്ധമില്ലാതെ ലഗ്നവും ചന്ദ്രലഗ്നവും ഒന്നായി നല്ല ബലമായി ശുഭസംബന്ധത്തിൽ ഇരിക്കുന്നത് യോഗം. ഒരു യോഗ ജാതകത്തിൽ ലഗ്നം ബലമായി ശുഭയോഗ ദൃഷ്ടിയിൽ ഇരിക്കും. ഇങ്ങനെ അദ്ദേഹം ജാതകൻ്റെ ഓരോ ദശാകാലവും പരിശോധിച്ചിട്ട് ഇപ്പോഴത്തെ ദശാകാലമായ ബുധദശയിലേക്ക് എത്തുന്നു. അദ്ദേഹം പറയുന്നു, ഇപ്പോൾ ബുധദശയിൽ സൂര്യ അപഹാരം നടക്കുന്നു. ദശാനാഥൻ ബുധൻ 8-ൽ അപഹാരനാഥൻ സൂര്യൻ
9ാം ഭാവത്തിൽ ശത്രു ക്ഷേത്രത്തിൽ ജന്മശത്രു ആയ ശനിയോട് ചേർന്ന് പാപനായി കേതുവിനോട് ചേർന്ന് ഗ്രഹണദോഷത്തിലും, കർക്കിടകത്തിൽ നീചനും രാഹുയോഗത്തിൽ പാപനുമായ ചൊവ്വ ദൃഷ്ടിയിൽ 9ൽ കാരകോഭാവനാസ്ഥിതി ചെയ്യും. നിലയിൽ ശുഭയോഗ ദൃഷ്ടിയില്ലാതെ ഇരിക്കുന്നു. അധികാരഗ്രഹമായ സൂര്യൻ അധിക പാപനായി ലഗ്നാധിപൻ ശുക്രൻ്റെ ശത്രുവായ സൂര്യൻ ഉന്നത രാഷ്ട്രീയ അധികാര പദവി, ക്യാബിനറ്റ് റാങ്ക് കൊടുക്കുന്ന സ്ഥിതി ഇല്ല. ഇപ്പോൾ നടക്കുന്ന ദശ അപഹാരങ്ങൾ അനുകൂലമല്ലാത്തതിനാൽ ശ്രീ കെ.സി. വേണുഗോപാൽ ഇപ്പോൾ കേരള മുഖ്യമന്ത്രി പദവിയിൽ വരില്ല. കേന്ദ്രത്തിൽ തുടരും. ശ്രീ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകും. ഇദ്ദേഹം നേരത്തെ പിണറായിയുടെ പതനവും പ്രവചിച്ചിരുന്നു. മാത്രമല്ല ശ്രീ കെ.എൻ. ബാലഗോപാൽ ആയിരിക്കും പുതിയ പ്രതിപക്ഷ നേതാവ് എന്നൊരു പ്രവചനം കൂടി അദ്ദേഹത്തിൻ്റെതായി നിൽക്കുന്നുണ്ട്. ശ്രീ സുവേന്ദു അധികാരിയുടെ ജാതകം നോക്കിയിട്ട് അധികാരി ബംഗാൾ മുഖ്യമന്ത്രി ആകും എന്നൊരു പ്രവചനം അദ്ദേഹം മെയ് 1-ാം തീയതി തന്നെ നടത്തിയിരുന്നു. എന്തായാലും ജ്യോതിഷികൾക്ക് ഡിമാൻഡ് കൂടുന്ന ഒരു കാലമാണ്. ശ്രീ ആലുങ്കൽ സജി പാടൂരിനെയും വി.ഡി. സതീശൻ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി പരിഗണിക്കുന്നതിൽ തെറ്റില്ല. ഗ്രഹങ്ങളുടെ ചലനങ്ങളും ദശാസ്ഥിതികളും ദശാനിലകളുമൊക്കെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്താറുണ്ട്. സജി പാഴൂർ തൻ്റെ വിശകലനത്തിലൂടെ വ്യക്തമാക്കുന്നത് കെ.സി. വേണുഗോപാലിൻ്റെ ജാതകത്തിൽ കേന്ദ്ര പദവികൾക്കും ദേശീയ രാഷ്ട്രീയത്തിനും വലിയ സാധ്യതകൾ ഉണ്ടെങ്കിലും നിലവിലെ ദശയും അപഹാരവും കേരള മുഖ്യമന്ത്രി എന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുവാനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ്. അതേസമയം വി.ഡി. സതീശൻ്റെ രാഷ്ട്രീയ ഭാവിയിലേക്കാണ് ഈ പ്രവചനം വിരൽ ചൂണ്ടുന്നത്. കാലം കരുതി വച്ചിരിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത്തരം ജ്യോതിഷ വിശകലനങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ഒരേപോലെ താല്പര്യമുള്ള വിഷയമാണ്. ഈ പ്രവചനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.